ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം സംഭവിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ നിരവധി ദുരൂഹതകളുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ തകർന്നതല്ലെന്നും തകർത്തതാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇറാൻ ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കവും മോശം കാലാവസ്ഥയുമാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഇറാന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ പിന്നീട് വിശദീകരണങ്ങളൊന്നും ഉണ്ടായില്ല. ഇറാനിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുകയും ചെയ്തു. ഇപ്പോഴിതാ റൈസിയുടെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ഇറാൻ സൈന്യമാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത്. റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം കൊലപാതകം ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് സൈന്യം നൽകുന്ന സൂചന. റൈസി കൊല്ലപ്പെട്ടതാണെന്ന് തന്നെയാണ് സൈന്യം സൂചന നൽകുന്നത്. അദ്ദേഹം മരിച്ച ഹെലികോപ്റ്റർ അപകടം ഒരു അപകടമല്ലായിരുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC അടുത്തിടെ നടത്തിയ ഒരു പ്രധാന സൈനിക പരിപാടിക്കിടെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായാണ് സൈന്യം ആയുധങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി നടക്കുന്ന വേദിയിൽ രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രങ്ങളിൽ റൈസിയും ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയും ഉണ്ടായിരുന്നു. മാത്രമല്ല, റൈസിക്കൊപ്പം ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച വിദേശകാര്യമന്ത്രിയുടെ ചിത്രവും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. മറ്റെല്ലാ ചിത്രങ്ങളും കൊല്ലപ്പെട്ടവരുടേതായിരുന്നു. ഇതാണ് റൈസിയും കൊല്ലപ്പെട്ടതാണ് എന്ന സൂചന നൽകുന്നത്. അസർബൈജാനുമായുള്ള അതിർത്തിയിലെ അണക്കെട്ട് തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസി അപകടത്തിൽപ്പെട്ടത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലി കൂടി പങ്കെടുത്ത ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു റൈസി. അസർബൈജാൻ റിപ്പബ്ലിക്കിന്റെ അതിർത്തിയിലെ ഖിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങവെയാണ് റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. തബ്രീസ് നഗരത്തിലേക്ക് മടങ്ങുകയായിരുന്നു സംഘം. 3 ഹെലികോപ്റ്ററുകളിൽ റൈസിയും സംഘവും സഞ്ചരിച്ചതൊഴികെയുള്ള 2 സുരക്ഷിതമായി തിരിച്ചെത്തിയിരുന്നു. 2021 ജൂണിലാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായി അധികാരമേറ്റത്. 1960 ജനിച്ച റൈസി ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായിരുന്ന ശേഷമാണ് പ്രസിഡന്റായത്.